ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അംഗദാദികളുടെ സംശയം. മർക്കട സഞ്ജയം ദേവിയെ ആരാഞ്ഞു, വൃക്ഷഖണ്ഡേഷു വസിക്കും ദശാന്തരെ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടു കിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജ ബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളം ഉൾപ്പോക്കൊഴുന്നു നടന്നു നാമേതും അറിഞ്ഞില്ല. വാസരം പോയതും മാസം അതീതമായി വന്നിത് നിർണയം ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം. രാജനിയോഗം അനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകില്ലെന്നുമേ നിഗ്രഹിച്ചിടും അതീനില്ല സംശയം. പിന്നെ വിശേഷിച്ചു ശത്രുതനയനാം എന്നെ വധിക്കും അതീനില്ലൊരന്തരം. എന്നിലവനൊരു സമ്മതമെന്തുള്ളതെന്നെ രക്ഷിച്ചത് രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിക്കാതെ ചെൽകിൽ മാമക ജീവനം രക്ഷിക്കയില്ലവൻ. മാതാവിനോടും സമാനയാകും നിജ ഭ്രാതാവ് തന്നെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര പുങ്കവൻ പാപി. ദുരാത്മാവിനെന്തരോധാത്തതും തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല ഞാനിപ്പോൾ ഇവിടെ. മരിക്കുന്നതേയുള്ളു വല്ല പ്രകാരവും നിങ്ങൾ പോയി കൊൾകെന്ന് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതീനുണ്ടു ഞങ്ങളറിയുക നീ. ഇന്ന് നാം പോന്ന ഗുഹയിൽ അകമ്പോക്ക് നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ. താരേയ പോക നാം വൈകരുതേതുമേ അങ്കദൻ തന്നോടി വണ്ണം. കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയ കോവിദൻ വാദജനങ്കദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തോരു ദുർവിചാരം യോഗ്യമല്ലിത മന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ പാരം വളർന്നോരു വാത്സല്യമുണ്ടത് നേരെ ധരിച്ചില്ല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടടോ. പ്രേമത്തിനേതും ഇളക്കമുണ്ടായി വരാ ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടു. ആകയാൽ ഭീതി ഭവാൻ ഒരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖേ. ശാഖാമൃഗാദീപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലം ഉള്ളിൽ ഉണ്ടാകരുതേതുമേ. നാഗാദിപാത്മജനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തന. അജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊലാഹാനി വരായ്വാൻ ഗുഹയിൽ വസിക്കെന്ന് വാനരൗഖം പറഞ്ഞിലയോ. ചൊല്ലു നീ രാഘവാസ്ത്രത്തിൻ അഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിയുക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്ത് ശോഭിക്കയില്ലടോ സജ്ജന ഭാഷിതം. ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോട്
വിപരീതഭാവവും ദേവദ്വിജകുല ധർമ്മവിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിന് കർത്തൃത്വവും തനിക്കായി വന്നു കൂടുമേ അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തം അൻപോടു ചൊല്ലുവൻ കേൾക്കനി. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ നാരായണൻ പരമാത്മാ ജഗന്മയൻ മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണു ഛായാ സകല ജഗന്മോഹകാരിണി. സീതയാകുന്നത് ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഫണീശ്വരൻ ശേഷൻ ജഗൽ സ്വരൂപൻ ഭുവി മാനുഷ വേഷമായി വന്ന് പിറന്നതയോധ്യയിൽ രക്ഷോഗണത്തെ ഒടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡ ഗോത്രത്തിൽ ആർത്തപരായണൻ ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർതൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നിങ്ങ് പിറന്നിരിക്കുന്നതും പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നെ പാരിഷദന്മാരുടെ പദം തന്നതിലെപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതും ഇല്ലെന്നറിഞ്ഞിടു നീ അങ്കദനോടിവണ്ണം പവനാത്മജൻ മംഗള വാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പൊക്ക് കശ്യപി പുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധി തീരം മനോഹരം പൊക്കു മഹേന്ദ്ര ചലേന്ദ്ര പദം മുതാ ദുസ്തരമേറ്റം അഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികൾ ഒക്കെയും ത്രസ്ത്രരയാത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യം എന്തിന് ചെയ്വത് സന്തതമോർക്ക നാം ഗഹ്വരം പൂക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞേത് മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശ കണ്ഠനെയും കണ്ടുകിട്ടീല കുത്രജിൽ സുഗ്രീവനും തീഷ്ണദണ്ഡനത്രേതുലോം നിഗ്രഹിച്ചിടും അവൻ നമ്മെ നിർണയം ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യോ ഭവിപ്പത് മുക്തിക്ക് നല്ലു നമുക്ക് പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കവികുലം ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവൻ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സമ്പാദിവാക്യം. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്ത് പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളൊരു ഗൃധ്രപ്രവരനും പൃഥ്വീധര പ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കപികളെ തുഷ്ട്യാ പറഞ്ഞിത് ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്ക് ദൈവം ബഹുഭക്ഷണം തന്നത് ഭാഗ്യമല്ലോ ബലാൽ മുമ്പിൽ പ്രാണഹാനി വരുന്നത് സമ്പ്രതി പൂണ്ട് ഭക്ഷിക്കാം അനുദിനം. ഗൃധ്രവാക്യം കേട്ട് മർക്കടോഖം പരിസ്ത്രരായി അന്യോന്യം ആശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങും എല്ലാരെയും നിഷ്ഫലം നാം മരിച്ചിടുമാറായത് കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ.
നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം. സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ, വ്യർത്ഥമിവനാൽ മരിക്കുന്നു വന്നത്. എത്രയും പാപികളാകതന്നെ വയം, നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലല്ലോ വർണ്ണിപ്പതിന്. പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ ശ്രീരാമ കാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായത്. രാമപാദാംബുജേ പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിത് പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാന്തം കലർന്നു ചോദിച്ചിത്. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്ന്. ജടായുവെന്നിങ്ങനെ നിങ്ങളാരെന്ത് പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ, ഭയപ്പെടായികേതുമേ. ഉമ്പർക്കോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദിതന്നുടെ മുമ്പിലമ്മാറുപോന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥൻ ആര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ പുഷ്കര നേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ കട്ടുകൊണ്ടിടിനാൻ. തൽക്കാലം എത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ ലക്ഷ്മണനും കമലേക്ഷണനും പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്ന് തടുത്തു യുദ്ധം ചെയ്താൻ അക്ഷണദാചരനോട് ജടായുവാം പക്ഷിപ്രവരൻ. അതിനാൽ വലഞ്ഞോരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ട് പക്ഷവും വെട്ടി അറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൽ ധരണി തലേ ഭർത്താവിനെ കണ്ട്. വൃത്താന്തം ഒക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞൊന്നുമേ നിന്നുടെ മൃത്യു വരായെന്നനുഗ്രഹിച്ചാൾ ധരാപുത്രിയും തൽപ്രസാദേന. പക്ഷീന്ദ്രനും രാമനെ കണ്ട് വൃത്താന്തം അറിയിച്ചു രാമസായുജ്യം ലഭിച്ചിത് ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമന് അർക്കടനോടഗ്നി സാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിത് ബാലിയെ സുഗ്രീവനായിക്കൊണ്ട് രാജ്യവും നൽകിനാൻ. വാനരാധീശ്വരനായ സുഗ്രീവനും ജാനകിയെ തിരഞ്ഞാശു കണ്ടിടുവാൻ ദിക്കുകൾ നാലിലും പോകെന്നയച്ചിതു ലക്ഷം കബീവരന്മാരെ ഓരോ ദിശി. ദക്ഷിണ ദിക്കിന് പോന്നിത് ഞങ്ങളും രക്ഷോവരനെയും കണ്ടതില്ലെങ്ങുമേ. 30 നാളിൻ അകത്തു ചെന്നിടായിൽ അപ്പോൾ അവരെ വധിക്കും കബീവരൻ. പാതാളമുൾപ്പൂക്കു വാസരം പോയതും ഏതുമറിഞ്ഞില്ല ഞങ്ങൾ. അതുകൊണ്ട് ദർഭ വിരിച്ചു കിടന്നു മരിപ്പതിനപ്പോൾ ഭവാനെയും കണ്ടുകിട്ടി ബലാൽ. ഏതാനും ഉണ്ടറിഞ്ഞിട്ട് നീയെങ്കിലോ സീതാവിശേഷം പറഞ്ഞു തരേണമേ. ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ളോന്നു നീയറിഞ്ഞിടടോ. താരേയ വാക്കുകൾ കേട്ട് സമ്പാദിയും ആരൂഢമോദം അവനോടു ചൊല്ലിനാൾ. ഇഷ്ടനാം ഭ്രാതാവിനിക്ക് ജടായു ഞാൻ ഒട്ടുനാളുണ്ടവനോട് പിരിഞ്ഞതും. ഇന്നനേകായിരം വത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടിനേൻ. എന്നുടെ സോദരനായി ഉദകക്രിയയ്ക്കെന്നെ എടുത്ത്
ജലാന്തികെ കൊണ്ടുപോയി നിങ്ങൾ ചെയ്യിപ്പിൻ ഉദകകർമാദികൾ നിങ്ങൾക്കു വാക്സഹായം ചെയ്വനാശു ഞാൻ. അപ്പോൾ അവനെ എടുത്ത് കവികളും അബ്ധിതീരത്ത് വെച്ചിടിനാനാദരാൽ തൽസലിലെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാം ഭ്രാതാവിനായിക്കൊണ്ട് സാദരം സ്വസ്ഥാനദേശത്തിരുത്തിനാർ. പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ചയം സ്വസ്ഥനായി സമ്പാദി ജാനകി തന്നെ വൃത്താന്തമാശ് പറഞ്ഞു തുടങ്ങിനാൻ. തുങ്കമായിടും ത്രികൂടാചലോപരി ലങ്കാപുരിയുണ്ട്, മധ്യേ സമുദ്രമായി തത്ര മഹാശോകകാനനേ ജാനകി. നക്തഞ്ചരി ജന മധ്യേ വസിക്കുന്നു, ദൂരമൊരു 100 യോജനയുണ്ടത് നേരെ നമുക്ക് കാണാം. ശ്രദ്രനാകയാൽ സാമർഥ്യമാർക്കത് ലംഘിപ്പതിന്നവൻ ഭൂമി തനൂജയെ കണ്ടുവരാം ധ്രുവം. സോദരനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം, ഏതൊരു ജാതിയും പക്ഷവുമില്ലമേ. യത്നേന നിങ്ങൾ കടക്കണമാശു പോരത്നാകരം. പിന്നെ വന്നു രഘൂത്തമൻ രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണാൽ. ഏവം ഇതിന് വഴിയെന്നു നിർണയം. രത്നാകരം ശതയോജന വിസ്തൃതം യത്നേന ചാടി കടന്ന് ലങ്കാപുരം പൊക്കു വൈദേഹിയെ കണ്ടു പറഞ്ഞുടൻ ഇക്കരെ ചാടി. കടന്നു വരുന്നതും തമ്മിൽ നിരൂപിക്ക നാം എന്നൊരുമിച്ച് തമ്മിൽ അന്യോന്യം പറഞ്ഞു തുടങ്ങിനാർ. സമ്പാദി തന്നെ പൂർവവൃത്താന്തങ്ങൾ അമ്പോട് വാനരന്മാരോടു ചൊല്ലിനാൻ. ഞാനും ജടായുവാം ഭ്രാതാവുമായി പുരാമാനേന ദർപ്പിത മാനസന്മാരുമായി വേഗബലങ്ങൾ പരീക്ഷിപ്പതിനതിവേഗം പറന്നിത്. മേൽപോട്ടു ഞങ്ങളും മാർത്താണ്ഡല പര്യന്തമുൽപതി ചാർത്തന്മാരായി വന്നു. ദിനകര രശ്മിയാൽ തൽക്ഷണേ തീയും പിടിച്ചിതനൂജനോ പക്ഷാപുടങ്ങളിൽ. അപ്പോൾ അവനെ ഞാൻ രക്ഷിപ്പതിനുടൻ പിന്നിലാക്കിയിടിനേൻ. പക്ഷം കരിഞ്ഞു ഞാൻ വീണിത് ഭൂമിയിൽ പക്ഷദ്വയത്തോട്. വീണാൻ അനൂജനും പക്ഷികൾക്കാശ്രയം. പക്ഷമല്ലോ നിജ വിന്ധ്യാചലേന്ദ്ര ശിരസി വീണിടിനേൻ അന്ധനായി. 3 ദിനം കിടന്നിടിനാൻ പ്രാണശേഷത്താൽ. ഉണർന്നോരു നേരത്ത് കാണായിത് ചിറകും കരിഞ്ഞിങ്ങനെ. ദിഗ്ഭ്രമം പൂണ്ടു ദേശങ്ങൾ അറിയാതെ വിഭ്രാന്തമാനസൻ ആയുഴന്നങ്ങനെ. ചെന്നേൻ നിശാകര താപസൻ തന്നെ പുണ്യാശ്രമത്തിന് പൂർണ്ണഭാദ്യോദയാൽ. കണ്ടു മഹാമുനി ചൊല്ലിനാൻ എന്നോട് പണ്ടു കണ്ടുള്ളോരറിവു നിമിത്തമായി. എന്തു സമ്പാദേ വിരൂപനായി വന്നതിനെന്തു മൂലം. ഇതാരാലാകപ്പെട്ടതും എത്രയും ശക്തനായോരു നിനക്കിന്ന് ദഗ്ധമാവാനെന്തു പക്ഷം പറകനി. എന്നത് കേട്ടു ഞാൻ എന്നുടെ വൃത്താന്തം ഒന്നൊഴിയാതെ മുനിയോട് ചൊല്ലിനേൻ. പിന്നെയും കൂപ്പിത്തൊഴുതു ചോദിച്ചിത് സന്നമായി വന്നു. ചിറകും ദയാനിധേ ജീവനത്തെ ധരിക്കേണ്ടും ഉപായമിന്നേവം എന്നോട് ചൊല്ലിത്തരേണമേ. എന്നത് കേട്ട് ചിരിച്ചു മഹാമുനി. പിന്നെ ദയാവശനായി അരുളിച്ചേത് സത്യമായുള്ളത് ചൊല്ലുന്നതുണ്ടു ഞാൻ കൃത്യം. നിനക്കൊത്ത വണ്ണം കുരുഷ്വനി. ദേഹം നിമിത്തമേ ദുഃഖമറിയുക നീ. ദേഹമോർക്കിൽ കർമ്മസംഭവം നിർണയം. ദേഹത്തിലുള്ളൊരഹം ബുദ്ധി കൈക്കൊണ്ട് മോഹാദഹം കൃതികർമ്മങ്ങൾ ചെയ്യുന്നു. മിഥ്യയായുള്ളോരു വിദ്യാസമുത്ഭവ വസ്തുവായുള്ളോന്നഹങ്കാരം ഓർക്ക നീ. ചിച്ഛായയോടും സംയുക്തമായി വർത്തതേ
തപ്തമായുള്ളോരയ പിണ്ടവത്സത തേന ദേഹത്തിന് താതാത്മ്യയോഗനെ താനൊരു ചേതനവാനായി ഭവിക്കുന്നു. ദേഹോഹമെന്നുള്ള ബുദ്ധിയുണ്ടായി വരുമാഹന്തനൂനം ആത്മാവിന്നുമായയാ ദേഹോഹം മധൈവ കർമ്മകർത്താഹമി ത്യാഹന്ത സങ്കൽപ്യ സർവദാ ജീവനും കർമ്മങ്ങൾ ചെയ്ത് ഫലങ്ങളാൽ ബദ്ധനായി സമ്മോഹമാർന്ന് ജനന മരണമാം സംസാര സൗഖ്യ ദുഃഖാദികൾ സാധിച്ച് ഹംസപാദങ്ങൾ മറന്നു ചമയുന്നു. മേൽപോട്ടുമാശു കീഴ്പോട്ടും ഭ്രമിച്ചതീ താൽപര്യവാൻ പുണ്യപാപാത്മക സ്വയം എത്രയും പുണ്യങ്ങൾ ചെയ്തേൻ വളരെ ഞാൻ വിത്താനുരൂപേണ യജ്ഞാദാനാദികൾ ദുർഗതി നീക്കി സുഖിച്ചു വസിക്കണം സ്വർഗം ഗമിച്ചെന്ന് കൽപ്പിച്ചിരിക്കവേ മൃത്യു ഭവിച്ചു സുഖിച്ചു വാഴും വിധോ ഉത്തമാംഗം കൊള്ള വീഴുമതോ ഭൂവി പുണ്യമൊടുങ്ങിയാൽ ഇന്ദുമണ്ഡലേ ചെന്നു പതിച്ച് നീഹാര സമേതനായി ഭൂമോ പതിച്ച് ശല്യാദികളായി ഭവിച്ചാമോദമുൾക്കൊണ്ട് വാഴും ചിരതരം. പിന്നെ പുരുഷൻ ഭുജിക്കുന്ന ഭോജ്യങ്ങൾ തന്നെ ചതുർവിധമായി ഭവിക്കും ബലാൽ എന്നതിൽ ഒന്ന് രേതസ്സായി ചമഞ്ഞിത് ചെന്നു സീമന്തിനി യോനിയിലായി വരും. യോനി രക്തത്തോട് സംയുക്തമായി വന്നു താനെ ജരായു പരിവേഷ്ടിതവുമാം ഏകദിനേന കലർന്നു കലലമാമേകി ഭവിച്ചാലതും പിന്നെ മെല്ലവേ പഞ്ചരാത്രം കൊണ്ട് ബുദ്ബുദാകാരമാം പഞ്ചദിനം കൊണ്ട് പിന്നെ യഥാക്രമം മാംസപേശിത്വം ഭവിക്കും അതിനത് മാസാർത്ഥകാലേന പിന്നെയും മെല്ലവേ പേശീരുതീര പരിപ്ലൂതമായി വരും ആശു തസ്യാമങ്കുരോൽപത്തിയും വരും. പിന്നെയൊരു 25 രാത്രിയാൽ പിന്നെയൊരു 3 മാസേന സന്ധികൾ അംഗങ്ങൾ തോറും ക്രമേണ ഭവിച്ചിടും അങ്കുലീജാലവും 4 മാസത്തിനാൽ ദന്തങ്ങളും നഖപംക്തിയും ഗുഹ്യവും സന്ധിക്കും നാസിക കർണ നേത്രങ്ങളും 5 മാസം കൊണ്ട് 6 പുന കിഞ്ചന പോലും പിഴയാതെ ദേഹിനാം കർണയോ ഛിദ്രം ഭവിക്കും അതിസ്ഫുടം പിന്നെ മേഢ്രോപസ്ഥി നാഭീപായുക്കളും 7 മാസി ഭവിക്കും പുനരുടൻ ഗുപ്തമായൊരു ശിരകേശരോമങ്ങൾ 8 മാസി ഭവിക്കും പുനരപി പുഷ്ടമായിടും ജഠരസ്ഥലാന്തരെ 9 മാസേ വളരും ദിനം പ്രതി കമ്പം കരചരണാദികൾ കുംവരും 5 മാസി ചൈതന്യവാനായി വരും അഞ്ജസാ ജീവൻ ക്രമേണ ദിനേ ദിനേ നാഭീസൂത്രാൽ പരന്ത്രേണ മാതാവിനാൽ സാപേക്ഷമായ ഭുക്താന്നരസത്തിനാൽ വർദ്ധതേ ഗർഭകമായ പിണ്ഡം മുഹൂർ മൃത്യുവരാനിജ കർമ്മബലത്തിനാൽ പൂർവജന്മങ്ങളും കർമ്മങ്ങളും നിജം സർവകാലം നിരൂപിച്ചു ദുഃഖിച്ചു ജഡരവഗ്നി പ്രദപ്തനായി തൽക്കാരണങ്ങൾ പറഞ്ഞു തുടങ്ങിനാൻ 100,000 യോനികളിൽ ജനിച്ചെത്ര കർമ്മങ്ങൾ അനുഭവിച്ചേനഹം പുത്രധാരാർത്ഥ ബന്ധുക്കൾ സംബന്ധവും എത്ര 100,000 കോടി കഴിഞ്ഞിത് നിത്യ കുടുംബ ഭരണൈകസക്തനായി വിത്തമന്യായം മായാർജിത അന്വഹം വിഷ്ണു സ്മരണവും ചെയ്തു കണ്ടില്ല ഞാൻ കൃഷ്ണേ കൃഷ്ണേതി ജപിച്ചിലൊരിക്കലും തൽഫലമെല്ലാം അനുഭവിച്ചിടുന്നിതിപ്പോൾ ഇവിടെ കിടന്നു ഞാനിങ്ങനെ
ഗർഭപാത്രത്തിൽ നിന്നൊന്നു ബാഹ്യസ്ഥലെ കെൽപ്പോടെനിക്ക് പുറപ്പെട്ടുകൊള്ളാവു ദുഷ്കർമ്മമൊന്നുമേ ചെയ്യുന്നതില്ല ഞാൻ സൽക്കർമ്മജാലങ്ങൾ ചെയ്യുന്നതേയുള്ളൂ. നാരായണ സ്വാമി തന്നെ ഒഴിഞ്ഞു മറ്റാരെയും പൂജിക്കയില്ല ഞാൻ എന്നുമേ. ഇത്യാദി ചിന്തിച്ചു ജീവനും ഭക്ത്യാ ഭഗവത് സ്തുതി തുടങ്ങിയിടിനാൻ. 10 മാസം തികയും വിധോ ഭൂതലെ ചിത്തതാപേന പിറക്കും വിധിവശാൽ സൂതിവാദത്തിൽ ബലത്തിനാൽ ജീവനും ജാതനാം യോനിരന്ത്രേണ പീഠാന്വിതം പാല്യമാനോപി മാതാപിതാക്കന്മാരാൽ ബാല്യാദി ദുഃഖങ്ങൾ എന്തു ചൊല്ലാവതും യൗവന ദുഃഖവും വാർദ്ധക്യ ദുഃഖവും സർവവും ഓർത്തോളമേതും പൊറാസഖേ. നിന്നാൽ അനുഭൂതമായുള്ളതെന്തിന് വർണ്ണിച്ചു ഞാൻ പറയുന്നു വൃഥാബലാൽ. ദേഹോഹമെന്നുള്ള ഭാവനയാ മഹാമോഹേന സൗഖ്യ ദുഃഖങ്ങളുണ്ടാകുന്നു. ഗർഭവാസാദി ദുഃഖങ്ങളും ജന്തുവർഗോത്ഭവനാശവും ദേഹമൂലം സഖേ. സ്ഥൂല സൂക്ഷ്മാത്മക ദേഹദ്വയാൽ പരം മേലേയിരിപ്പതാത്മാപരൻ കേവലൻ. ദേഹാദികളിൽ മഹത്വം ഉപേക്ഷിച്ച് മോഹ അകന്നാത്മജനയായി വാഴ്ക നീ. ശുദ്ധം സദാ ശാന്തമാത്മനം അവ്യയം ബുദ്ധം പരബ്രഹ്മമാനന്ദമദ്വയം സത്യം സനാതനം നിത്യം നിരൂപമം തത്വമേകം പരം നിർഗുണം നിഷ്കളം സച്ചിന്മയം സകലാത്മകം ഈശ്വരം അച്യുതം സർവ ജഗന്മയം ശാശ്വതം മായാവിമോഹനം അകലുമെല്ലാവനും പ്രാരാബ്ധ കർമ്മ വേഗാനുരൂപം ഭൂയി. പരമാർത്യാത്മന വാഴുക നീ സഖേ മറ്റൊരുപദേശവും പറയാം തവ ചെറ്റു ദുഃഖം മനക്കാമ്പിലുണ്ടാകൊലാത്രേതായുഗേ വന്ന് നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി നക്തഞ്ചരേന്ദ്രനെ നിഗ്രഹിച്ചൻപോടു ഭക്തജനത്തിന് മുക്തി വരുത്തുവാൻ ദണ്ഡകാരണ്യത്തിൽ വാഴും വിധോബലാൽ ചണ്ഡനായുള്ള ദശാസ്യനാം രാവണൻ പുണ്ടരീകോത്ഭൂതനാകിയ സീതയെ പണ്ഡിതന്മാരായ രാമസൗമിത്രികൾ വേർപെട്ടിരിക്കുന്ന നേരത്ത് വന്നു ആപത്തിനായി കട്ടുകൊണ്ടുപോം മായയായി ലങ്കയിൽ കൊണ്ടുവച്ചിടും ദശാന്തരെ പങ്കജലോചനയെ തിരഞ്ഞിടുവാൻ കപികുലം ദക്ഷിണവാരിധി തീരദേശേവരും തത്ര സമാഗതം നിന്നോടു വാനരർക്കെത്തുമൊരു നിമിത്തേന നിസ്സംശയം. എന്നാൽ അവരോടു ചൊല്ലിക്കൊടുക്ക നീ തന്വങ്കി വാഴുന്ന ദേശം ദയാവശാൽ അപ്പോൾ പക്ഷങ്ങൾ നവങ്ങളായി ഉത്ഭവിച്ചിടും അതിനില്ലിനിയൊരു സംശയം എന്ന് പറഞ്ഞ് ബോധിപ്പിച്ചതിങ്ങനെ മുന്നം നിശാകരനായ മഹാമുനി. വന്നത് കാൺമിൻ ചിറകുകൾ പുത്തനായെന്നേ വിചിത്രമേ നന്നത്രയും ഉത്തമ താപസന്മാരുടെ വാക്യവും സത്യമല്ലാതെ വരികയില്ലെന്നുമേ. ശ്രീരാമദേവ കഥാമൃത മാഹാത്മ്യം ആരാലുമോർത്താൽ അറിയാവതല്ലേതും രാമനാം ആമൃതത്തിന് സമാനമായി മാമകേ മാനസേ മറ്റു തോന്നിലഹോ നല്ലതു മേന്മേൽ വരേണമേ നിങ്ങൾക്കു കല്യാണഗാത്രിയെ കണ്ടുകിട്ടേണമേ നന്നായി അതിപ്രയത്നം ചെയ്കിൽ അർണവം ഇന്നു തന്നെ കടക്കായി വരും നിർണയം. ശ്രീരാമനാമ സ്മൃതി കൊണ്ടു സംസാര വാരിനിധിയെ കടക്കുന്നിദേവരും രാമഭാര്യാലോകനാർത്ഥമായി പോകുന്ന
രാമഭക്തന്മാരാം നിങ്ങൾക്കൊരിക്കലും സാഗരത്തെ കടന്നിടുവാൻ ഏതുമൊരാകുലം ഉണ്ടാകയില്ലൊരു ജാതിയും എന്നു പറന്നു മറഞ്ഞതിറ്റുന്നതനായ സമ്പാദി വിഹായസ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.